ഇത് 10-70 വർഷത്തെ പഴക്കമുള്ള വീടായിരുന്നു. എല്ലാവരോടും പറഞ്ഞതാ. ഞാൻ ഒരുപാട് കാശ് അതിന് ചെലവാക്കിയതാ. എഗ്രിമെന്റ് ഒക്കെ വെക്കുകയൊക്കെ ചെയ്തതാ. ഒന്നും തന്നില്ല അവര് പറയുന്നേ പിന്നെ ഫണ്ടിൽ പൈസ ഇല്ല, പിന്നെ സ്ഥലത്തിന്റെ കുറവാണോ ഇനി നമ്മള് ജാതി കൂടിയിട്ടാണോന്നൊന്നും എനിക്കറിയത്തില്ല. നമുക്കാ ഉള്ളു തരാത്തത്. ഇതുവരെയും തന്നിട്ടില്ല. 10-30 വർഷം കൊണ്ട് ഞാൻ ഇതിന് അപേക്ഷിക്കുക. വോട്ട് ചെയ്യും, പിന്നെ എല്ലാരും ചെയ്യും. മോനും ഉണ്ട്. ചെയ്യുന്ന സമയത്ത് ഇവര് എന്തെങ്കിലും പറയാറുണ്ടായിരുന്നു? വെച്ച് തരാന്ന് പറഞ്ഞ് പെട്ടെന്ന് വെച്ച് തരാൻ ചോദിച്ചു. നിങ്ങൾക്ക് ആദ്യം വെച്ചിട്ട് വേറെ മറ്റുള്ളവർക്ക് വെക്കത്തുള്ളന്നൊക്കെ വന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ വോട്ട് കഴിഞ്ഞ് ജയിച്ചപ്പം പിന്നെ അവര് അത് ചെയ്തില്ല. കോളനിയിലൊക്കെ എന്ത് വീട് കൊടുത്തു ഹരിജനങ്ങൾക്ക് ഒരുപാട് വീട് കൊടുത്തു. നമുക്ക് മാത്രമേ ഉള്ളൂ തരാത്ത. പെരുമഴയിൽ ചോർന്നൊലിക്കുമായിരുന്നു, പൊരിവെയിലിൽ ചുട്ടുപൊള്ളുമായിരുന്നു. അങ്ങനെ നീണ്ട 70 വർഷക്കാലം ഒരു വീടിനായി മുട്ടാത്ത വാതിലുകളില്ല, നൽകാത്ത അപേക്ഷകളുമില്ല. അധികാരവർഗങ്ങളും രാഷ്ട്രീയ കക്ഷികളും തിരിഞ്ഞുപോലും നോക്കാൻ മടിച്ചപ്പോഴാണ് ദൈവവിധി പോലെ അവരെത്തിയത്. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ കടയ്ക്കാമൺ തോപ്പുവിളത്താഴേതിൽ രാജേന്ദ്രൻ സുമാ ദമ്പതികളുടെ വീടെന്ന സ്വപ്നം അങ്ങനെ വർഷങ്ങൾക്കു ശേഷം യാഥാർത്ഥ്യമാവുകയാണ്. പത്തനാപുരം റോട്ടറി ക്ലബ്ബും KCF-ഉം ചേർന്ന് ഒരു വീട് ഇവിടെ പണിയുകയാണ്. യഥാർത്ഥത്തിൽ ഈ വീടിൻ്റെ ഒരു പഴയ രൂപം എന്ന് പറയുന്നത് നമ്മൾ വന്ന് കണ്ടപ്പോൾ തന്നെ ഓടും ടാർപ്പായും ചേർന്നുള്ളൊരു മേൽക്കൂരയും ഇടിഞ്ഞു വീഴാറായ ഭിത്തികളും ഒക്കെ ആയിട്ടുള്ള ഒരു വീടായിരുന്നു. ഇവർ വളരെ നിർത്തൻ്റെ ഒരു കുടുംബമാണ്. അപ്പം അവർക്കിത് ചെയ്യാനുള്ള യാതൊരു നിവൃത്തിയില്ല. ആകെ 2 സെന്റ് സ്ഥലമേ ഉള്ളൂ. നമ്മൾ ഈ കാണുന്ന ഒരു 2 സെന്റ് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ പത്തനാപുരം റോട്ടറി ക്ലബ്ബിൻ്റെ പ്രവർത്തകർ ഒരു വീട് വെക്കണമെന്ന് ആവശ്യമായിട്ട് ഇവിടെ വന്ന് കണ്ടപ്പോൾ തന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ മീറ്റിംഗ് നടത്തിയപ്പോൾ എല്ലാവരും പൂർണ്ണമായി സമ്മതിക്കുകയും എത്രയും പെട്ടെന്ന് ഇവർക്ക് വാസയോഗ്യമായ ഒരു വീട് വെച്ചു കൊടുക്കണമെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തതിൻ്റെ സാഹചര്യത്തിൽ നമ്മളിപ്പോൾ പണി തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഫൗണ്ടേഷൻ ബേസ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ കട്ടള വയ്ക്കുന്ന ഒരു ചടങ്ങാണ്. നമ്മൾ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു വീട്ടിൽ അടച്ചുറപ്പുള്ള ഒരു വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും, നമ്മുടെ നാട്ടിൽ എല്ലാവരുടെയും ഒരു അവകാശമാണ്. അത് ഇല്ലാതാകുന്നതെന്ന് പറഞ്ഞാൽ നാടിൻ്റെ ഒരു വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് റോട്ടറി പ്രസ്ഥാനം വളരെയധികം പിന്തുണ നൽകുന്നുണ്ട്. റോട്ടറി ഡിസ്ട്രിക്റ്റിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് വീടുകൾ നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ ഉടനീളം പണിഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പം പത്തനാപുരം റോട്ടറി ക്ലബ്ബ് ഈ പ്രവർത്തനം ചെയ്യുന്നത്. പത്തനാപുരം റോട്ടറി ക്ലബ്ബും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അങ്ങനെ പുരോഗമിക്കുകയാണ്. ഏതു നിമിഷവും നിലംപൊത്തുമായിരുന്ന വീട്ടിലായിരുന്നു ഭിന്നശേഷിക്കാരനായ മകനെയും കൊണ്ട് 5-അംഗ കുടുംബം താമസിച്ചു വന്നത്. മാറി മാറി വന്ന ജനപ്രതിനിധികളോട് വീടിനായി കേണപേക്ഷിച്ചിട്ടും എല്ലാവർക്കും നാളെ എന്ന മറുപടി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മൊത്തം പൊളിഞ്ഞ് ഒരു ദിവസം മൊത്തം പൊളിഞ്ഞ് കിടന്നതാ. പഞ്ചായത്തിലൊന്നും പോയിട്ട് തന്നില്ല, വില്ലേജിൽ പോയിട്ട് തന്നില്ല. പിന്നെ ചോരുമായിരുന്നു മൊത്തം. പിന്നെ ടാർപ്പായി ഇട്ട് പാത്രങ്ങളൊക്കെ പറക്കി വെച്ചായിരുന്നു. ഉറങ്ങിയിട്ടേ ഇല്ല, അതിനകത്ത് ഉറക്കമൊളിച്ചായിരുന്നു ഞങ്ങൾ ഇരിക്കുന്നത്, ചോന്നൊലിച്ച്. അങ്ങനെ ആ സാറിനോട് പറഞ്ഞ് എനിക്ക് വീടില്ല, എനിക്ക് കൊച്ചു പിള്ളേരാന്നൊക്കെ പറഞ്ഞ് ആ സാറാണ് ദൈവമാണ് എൻ്റെ. ആ സാറാണ് എനിക്ക് ഇത്രയൊക്കെ ഒപ്പിച്ച് തന്നത്. ബാക്കി എല്ലാവരും ഉണ്ട്. മുടങ്ങാതെ പഞ്ചായത്ത് ഇലക്ഷൻ മുതൽ പാർലമെന്റ് ഇലക്ഷൻ വരെയും വോട്ട് ചെയ്യിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഒരാവശ്യം വന്നപ്പോൾ എല്ലാവരും കൈവിട്ടു. ഒടുവിലാണ് റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ജോജി മാത്യു ജോർജിന് മുന്നിൽ കുടുംബം അപേക്ഷയുമായി എത്തിയത്. പിന്നീട് റോട്ടറി ഭാരവാഹികൾ സ്ഥലം സന്ദർശിച്ച് വീട് വെച്ച് നൽകുന്നതിന് തീരുമാനിക്കുകയായിരുന്നു. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ജോജി മാത്യു ജോർജ്, സെക്രട്ടറി രാജൻ വർഗീസ്, ഭാരവാഹികളായ ജോൺ സി എബ്രഹാം, ജോജി കൈലാത്ത്, ജോസ് തോമസ് തുടങ്ങിയവർ കഴിഞ്ഞ ദിവസം സ്ഥലത്തെത്തി നിർമ്മാണ പുരോഗതികൾ വിലയിരുത്തിയിരുന്നു. 7.5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് വീട് നിർമ്മിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിൽ എഗ്രിമെന്റ് ചെയ്യിച്ചിട്ടും വീട് നൽകാതെ ഇവരെ കബളിപ്പിക്കുകയായിരുന്നു ഇതുവരെയും ഭരണാധികാരികൾ. നേരും നെറിയും കെട്ട രാഷ്ട്രീയ പാർട്ടികളുടെയും ഭരണാധികാരികളുടെയും വാക്കും വിശ്വസിച്ച് നടന്ന ഇവരെ അടുത്ത തിരഞ്ഞെടുപ്പിലും മറക്കാതെ കൊണ്ടുപോയി വോട്ട് ചെയ്യിക്കണമെന്ന ഒരു അഭ്യർത്ഥന മാത്രമാണ് ഈ അവസരത്തിൽ മുന്നോട്ട് വയ്ക്കാനുള്ളത്. ന്യൂസ് ഡെസ്കിൽ നിന്നും റിജോ പത്തനാപുരം.